ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ സൗണ്ട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്, ജലദോഷം പിടിച്ചിട്ട്. ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ റിലാക്സ് ആയിട്ട് വീട്ടു ജോലികൾ ചെയ്യാനുള്ള 5 വഴികൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. വീഡിയോക്കുള്ളിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാം. കിച്ചണിലേക്ക് ഒരു 6 മണിയാകുമ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ചായ കാച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നെയ്ച്ചോറും അതുപോലെ സോയാബീൻ ഉണ്ടല്ലോ, സോയാബീൻ നമ്മൾ കടായി പോലെ വെക്കുന്നു ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതാദ്യം തന്നെ നെയ്ച്ചോറ് ഞാനൊരു 1.5 കപ്പ് നെയ്ച്ചോറ് അരി എടുത്തിട്ടുണ്ട്. നല്ലപോലെ കേകി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കപ്പിനാണ് കേട്ടോ എടുത്തത്. അതുകൊണ്ട് തന്നെ കേൾക്കാനുള്ള പാത്രത്തിലേക്ക് അരി മാറ്റിയതിന് ശേഷം കുക്കറിൽ നേരെ നമ്മൾ ആ കപ്പിൻ്റെ അളവിൽ അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഏലക്കായ് ഗ്രാമ്പൂ പട്ട ഇതെല്ലാം ചേർത്തിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം. അതിന് ശേഷമാണ് നമ്മൾ അരിയൊക്കെ കേകി തിളച്ച ആ ഒരു വെള്ളത്തിലേക്ക് അരി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും ഇതാ സോയാബീൻ ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ച് പിന്നെ കിടക്കാൻ നേരത്ത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മസാല തേച്ചത് എണ്ണയിലിട്ടിട്ട് രാവിലെ എന്താ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഓവറായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് മോൻക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ കടായി പോലെ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് അവനക്ക് കൊണ്ടുപോകാനുള്ള അവൻ്റെ പാത്രത്തിലേക്ക് രാവിലെ തന്നെ ആക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നെയ്ച്ചോറ് ഒരു വിസിലടിച്ചപ്പോഴേക്കും നമ്മൾ നെയ്ച്ചോറ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നെയ്ച്ചോറ് ഇറക്കി വെച്ച് നേരെ നമ്മൾ മസാല ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ കുറച്ച് എണ്ണയിലേക്ക് കുറച്ച് സവാള ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വന്നതിന് ശേഷമാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് രണ്ടും കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കടായിയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ സോഫ്റ്റായിട്ട് വഴറ്റി കിട്ടണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലയും ആവശ്യത്തിന് മുളക് പൊടി നമ്മൾ നേരത്തെ മറ്റേ ഫ്രൈ ചെയ്യുന്നതിലേക്ക് ഇട്ടതുകൊണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ടുള്ള ഗ്രീൻ പീസ് അല്ല കേട്ടോ, സോയാബീനും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് സോസ് ഉണ്ടായിരുന്നു കേട്ടോ. ആ കുപ്പി കഴിയാനായിട്ടുണ്ടായിരുന്നു. കുപ്പിയിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചിങ്ങാണ്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ആക്കിയെടുത്താൽ നമ്മൾ ഈ ഒരു എന്താ പറയുക സോയാബീൻ്റെ കടായി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് അതൊന്നും കൂടി ഒന്ന് കുക്കായി വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റും ആ ഒരു മണമൊക്കെ കിട്ടുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ, കാരണം ഫ്രൈ ചെയ്തപ്പോൾ നല്ലപോലെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളി വാട്ടിയപ്പോഴും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ചൂടോട് കൂടിയിട്ട് നെയ്ച്ചോറും ഈ ഒരു കടായും കൂടിയും കൂട്ടിക്ക് തിന്നട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ ചൂടോട് കൂടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് രാവിലത്തെ കുറേ പണികളൊക്കെ ഒതുക്കിയതിന് ശേഷം നേരെ നെയ്നുവിനെ അങ്കലവാടി കൊണ്ടുപോയി കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഉച്ചയത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ സാവധാനമാണ് നമ്മൾ പണികളൊക്കെ തീർക്കുന്നത്. വരുന്ന വഴിക്ക് മീൻകാരനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞ് ബത്തൽ മീൻ ഉണ്ടല്ലോ, അത് കുറച്ച് വാങ്ങി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നിട്ട് നേരെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് മത്തൻ കറിയും പിന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരും മീൻ പൊരിച്ചതുമാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ചോറ് ഞാൻ ഒന്ന് വേഗം റൈസ് കുക്കറിലിട്ടിട്ട് ചോറും റെഡിയാക്കി എടുക്കണം. അങ്ങനെ ആദ്യം തന്നെ മത്തൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നേരെ മത്തനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് നമ്മുടെ റിലാക്സ് ആയിട്ട് വീട്ടുജോലികൾ എങ്ങനെ തീർക്കാമെന്നുള്ള ഒരു 5 വഴികൾ ഞാൻ പറഞ്ഞു. രാവിലെ നല്ല റിലാക്സ് ആയിട്ട് ജോലികൾ തീർക്കണം എന്നുണ്ടെങ്കിൽ തലേന്ന് അഥവാ മുൻകൂട്ടി നമ്മൾ കുറച്ച് പ്ലാനിങ് ചെയ്യാമെന്നുള്ളതാണ്. മുൻകൂട്ടി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ പിറ്റേന്നേക്ക് നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡെയിലി നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വെജിറ്റബിൾസ് ലഞ്ചിനേക്കുള്ളത് കട്ട് ചെയ്ത് വെക്കുക, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനേക്കുള്ള കറി തലേന്നൊന്ന് റെഡിയാക്കി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഉഷാറായിട്ട് റിലാക്സ് ആയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാ ജോലികളും ഒരുമിച്ച് ചെയ്യാതെ ഓരോ ജോലികൾക്ക് ഓരോ ഭാഗങ്ങളാക്കിയിട്ട് തിരിക്കാം. ഇപ്പോൾ ഇത്ര ടൈം കൊണ്ട് എനിക്ക് ഡൈനിങ് ഹാൾ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് എനിക്ക് റൂം ക്ലീൻ ചെയ്യണം എന്നുള്ളതും, അതേപോലെ ഓരോ ടൈം എടുത്തിട്ട് അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളാക്കിയിട്ട് നമ്മുടെ ജോലികളൊക്കെ തരംതിരിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന്
നമ്മുടെ ജോലികൾ തീർക്കുകയും ചെയ്യാം, റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. മൂന്നാമത്തെ വഴി വന്നിട്ട് അത്യാവശ്യമായിട്ടുള്ള ജോലികൾക്ക് മുൻഗണന നൽകുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നമുക്ക് ആർക്കും കഴിഞ്ഞോളണമെന്നില്ല. അത് കഴിയുന്നവരുണ്ടാവാം, പക്ഷേ എല്ലാവർക്കും ഒരേ രീതിയിലാവില്ലല്ലോ. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ ജോലികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർത്തിട്ട് പോരാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ രീതിയിലാക്കി മാറ്റുക എന്നുള്ളതാണ്. എല്ലാ ജോലികളും വാരി വലിച്ചെടുക്കാതിരിക്കുക. നമുക്ക് കഴിയുന്ന ജോലികൾ ഇന്ന ടൈം കൊണ്ട് തീർക്കുക എന്നുള്ളത് അങ്ങനെ മനസ്സ് കരുതുകയാണെങ്കിലും നമ്മുടെ ജോലികൾ റിലാക്സ് ആയിട്ട് ചെയ്യാൻ കഴിയും. റിലാക്സ് ആയിട്ട് ജോലികൾ ചെയ്യാൻ പറ്റാത്തതും അതുപോലെ നമുക്ക് മടി തരുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാണ് കേട്ടോ. നമ്മൾ ജോലിക്കിടയിൽ മൊബൈൽ ഫോൺ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ ടൈം നമ്മളതിൽ തന്നെ ആയിപ്പോകും എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ആയിരുന്നിട്ട് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നമുക്ക് ഫോൺ ഉപയോഗിക്കാം. അപ്പോൾ മാക്സിമം റിലാക്സ് ആയിട്ട് ജോലികളൊക്കെ തീർക്കണം എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് നമ്മളെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനുള്ള ടൈമാണ്, അപ്പം വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കാര്യങ്ങൾ നല്ല റിലാക്സ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. വീട്ടിൽ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ഇല്ലാത്ത ജോലിയാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ജോലികളൊക്കെ നമ്മൾ സ്പീഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനിടയിൽ ഇടയ്ക്ക് ഒരു 5-10 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് സാവധാനം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ നമ്മൾ ജോലികൾ ഒറ്റയടിക്ക് തീർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിയൂലല്ലോ. അപ്പോൾ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുക, ആവശ്യം ഒരു മിനിറ്റൊക്കെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മളെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 5 വഴികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഉച്ചയത്തെ ലഞ്ച് കഴിച്ചതിന് ശേഷം നെയ്നൂൻ അങ്കലാടിയിൽ നിന്ന് കൂട്ടി നേരെ ഞാനും ചെറിയും പോയത് അവളെ മുടിയൊന്ന് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുന്നിൽ കട്ട് ചെയ്ത് ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് മുന്നിലുള്ള ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ടോയ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ടോയ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ അവൾക്ക് കുറച്ച് കട്ട് ഫ്രൂട്ട് കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ നേരെ നമ്മൾ പെട്രോളും അടിച്ചിട്ട് അടുത്തുള്ള ഒരു ഈവനിങ് കഫേ ഉണ്ട് കേട്ടോ. അവിടെ കയറിയിട്ട് നല്ല അടിപൊളി ചായയും അതുപോലെ മറ്റേതുണ്ടല്ലോ കായ് ബജി അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ബജിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇടശ്ശേരിക്കടവാണ് വരുന്നത്. അതിൻ്റെ ആ ഒരു ചമ്മന്തിയും നല്ല ടേസ്റ്റാണ് അതിൽ കുത്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്കും ഇഷു ആണെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. അവന് പിന്നെ മൂത്താപ്പൻ്റെ വീട്ടിൽ പോയി വന്നപ്പം മൂത്താപ്പ ഗൾഫിൽ നിന്ന് കൊടുത്തയച്ചത് സാധനങ്ങളാണ് കേട്ടോ. വാച്ചും മിഠായും പെൻസില് കട്ടർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഞങ്ങളെല്ലാവരോടും ഗൾഫിലത്തെ മിഠായും കഴിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഇതിലുള്ള അതേ സപ്പോർട്ട് തന്നെ അതിലും കിട്ടണം. അപ്പോൾ ഞാൻ മുകളിൽ കൊടുക്കട്ടെ, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.